ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എലിഞ്ഞിപ്ര ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ സ്ക്രീനിംഗ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഒരറിവ് 100 ഇടങ്ങളിൽ എന്ന പരിപാടിയുടെ 50ാമത്തെ ആരോഗ്യ ബോധവൽക്കരണവും ആദിവാസി മേഖലയിൽ എല്ലാവരെയും പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനാ ക്യാമ്പും ബ്ലോക്ക് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജീവ് ആർ ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 30 മുതൽ ആരംഭിക്കുന്ന അശ്വമേധം പരിപാടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ചും ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ ക്ലാസ് നടത്തി. സ്ത്രീയും ആർത്തവവും എന്ന വിഷയത്തെക്കുറിച്ച് പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ മിനിമോൾ NK ക്ലാസ് നടത്തി. സാന്ത്വന പരിചരണത്തെക്കുറിച്ച് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് സിനി തോമസ് വിശദീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് MM സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ഷീജ മധു നന്ദിയും പ്രകാശിപ്പിച്ചു. എങ്കിലും നമ്മുടെ നാട്ടിൽ കൂടുതലും മരണം സംഭവിക്കുന്നത് TB രോഗം കൊണ്ട്. അതിന് കാരണമുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് മുൻകൂട്ടി തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായി? അപ്പോൾ മുൻകൂട്ടി തിരിച്ചറിയണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിച്ച് കംപ്ലീറ്റ് ഭേദമാക്കാൻ സാധിക്കും. പ്രായപൂർത്തിയായി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റുന്ന പരുവമായി എന്ന അർത്ഥമാണ് എന്തുദ്ദേശിക്കുന്നത്? മാസമുറ. മനസ്സിലായോ? അതായത് ഒരു കൊച്ചിനെ കിടത്തി പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഒരു കിടക്ക വിരിച്ച് ഗർഭപാത്രം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും? സങ്കല്പിച്ചേ. മനസ്സിലായോ? രക്തം നിറഞ്ഞ് റെഡി ആയിട്ടിരിക്കും. അപ്പോഴോ കല്യാണവും കഴിച്ചിട്ടില്ല, കൊച്ചുണ്ടാവും, സംയോജിക്കുന്നില്ല, അണ്ടവും ബീജവും യോജിക്കുവോ? ഇല്ല. സാധാരണ ഒരു 10 വയസ്സായ കൊച്ചിന് ഇല്ല. അപ്പം കുട്ടി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഗർഭപാത്രം കരയും. എങ്ങനെയാ? അയ്യോ എനിക്ക് കൊച്ചില്ലാന്നോ, അതിങ്ങ് പൊഴിഞ്ഞു പോരും. മനസ്സിലായോ?